ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഒരു മനുഷ്യന് ദൈവത്തെ കാണുക, അറിയുക, മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഹൃദയവിശുദ്ധി. ഹൃദയത്തിൽ വിശുദ്ധിയില്ലാതെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ സ്പർശിക്കാനോ മനസ്സിലാക്കുവാനോ അറിയുവാനോ സാധിക്കുകയില്ല. കാരണം ഹൃദയം കപടം നിറഞ്ഞതും സൂത്രം നിറഞ്ഞതും അസൂയ നിറഞ്ഞതും കായ്പും പകയും ഉള്ളതാണ് ഹൃദയം എന്ന് പറയുന്നത്. പാപം ചെയ്ത ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നതാണ്. അത് സർവശക്തനായ ദൈവം, ഈ പ്രപഞ്ചത്തിനുടയവനായ, ഈ കൊടാനുകൂടി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുൻപാകെ വന്നിട്ട് ഈ സൂത്രങ്ങളും കപടങ്ങളും തന്ത്രങ്ങളുമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ കാണുവാനോ തിരിച്ചറിയുവാനോ സാധിക്കുകയില്ല. ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വരികയും അവൻ ഈ ഭൂമിയിൽ ജീവിക്കുകയും ദൈവം എന്താണെന്നും ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നും അവൻ നമുക്ക് കാണിച്ചു തന്നു. അവൻ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന പ്രവൃത്തികളെ ചെയ്തുകൊണ്ട് അവനത് നമുക്ക് കാണിച്ചു തന്നു. അന്ന് ലോകത്തിൽ അതുവരെ ആരും ചെയ്യാത്ത കാര്യങ്ങൾ കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, ചെകിടരെ കേൾക്കുമാറാക്കി, ഉമരെ സംസാരിക്കുമാറാക്കി, മുടന്തരെ നടക്കുമാറാക്കി, പ്രകൃതിശക്തികളെല്ലാം നിയന്ത്രിച്ചു. അവൻ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ മുൻകൂട്ടി പറഞ്ഞതുപോലെ, തിരുവെഴുത്തുകളിൽ അവനെക്കുറിച്ച് പറഞ്ഞതുപോലെ എല്ലാം നിവൃത്തിയായി. അവൻ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഇന്ന് ഈ യേശുക്രിസ്തുവിനെ നാം അത്രയ്ക്കും ആത്മാർത്ഥതയോടുകൂടി വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനും അറിയുവാനായിട്ട് സാധിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല, എന്നാൽ അങ്ങനെ കണ്ട അനേക ആളുകളൊക്കെ ഉണ്ട്. സാധു സുന്ദർ സിംഗ് തൻ്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ, ഈ രാത്രിയിൽ ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിലൊരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെട്ടില്ല എങ്കിൽ ഞാൻ ട്രെയിനിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ ആ സമയത്ത് യേശുക്രിസ്തു അവൻ്റെ അടുക്കൽ വരികയും അവനെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തത് നമുക്ക് കാണുവാൻ സാധിക്കും. ഗുൽഷാൻ സലം എന്ന് പറയുന്ന പാകിസ്ഥാനി പെൺകുട്ടിക്ക് യേശുക്രിസ്തു വെളിപ്പെട്ടതായിട്ടും പ്രത്യക്ഷപ്പെട്ടതായിട്ടും തൻ്റെ ആ ബയോഗ്രഫിയിൽ അവൾ പറയുന്നുണ്ട്. അതുപോലെ ദൈവത്തെ കാണണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം അത് വെളിപ്പെടുത്തും. എന്നാൽ സർവശക്തനായ ദൈവത്തെ അങ്ങനെ ആർക്കും കാണുവാനായിട്ട് സാധിക്കില്ല. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. എന്നാൽ ഹൃദയത്തിൽ ഒരു പരമാർത്ഥതയുണ്ടെങ്കിൽ, ഹൃദയത്തിൽ ഒരു വിശുദ്ധി ഉണ്ടെങ്കിൽ, തങ്ങൾ ആയിരിക്കുന്ന അവസ്ഥ അത് കപടം കാണിക്കാതെ പരമാർത്ഥതയോടെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം കാണുകയും ദൈവം അവനെ സന്ദർശിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഒരിക്കൽ ഫിലിപ്പോസ് നഥനയേലിനെ കർത്താവിൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടു വന്നു കഴിയുമ്പോൾ കർത്താവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. അപ്പോൾ കർത്താവ് ചോദിച്ചു, എന്നെ എവിടെ വെച്ചറിയും? ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് നമ്മളെ കാണുന്നവനാണ്. നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ എഴുന്നേൽക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെല്ലാം ദൂരത്തുനിന്ന് അറിയുന്നവനായ ഒരു ദൈവമാണ്. ആ ദൈവം ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ ബൈബിൾ പറയുന്നത് ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ചില ആളുകൾ അത് വായുകൊണ്ടും പറയുന്നു. പിന്നെ ദൈവത്തെ വെല്ലുവിളിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം നമുക്ക് അറിയാം, ഒരു 300 കിലോ 200 കിലോ തൂക്കമുള്ള ഒരു വലിയ ഗുസ്തി ചാമ്പിൻ്റെ അടുക്കൽ നിന്നിട്ട് 5 വയസ്സുള്ള ഒരു കുട്ടി നിനക്ക് ധൈര്യമുണ്ട് എന്നെ തുടരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ കുഞ്ഞിനെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ ഒരു ഉദാഹരണമായിട്ട് എടുക്കാൻ പോലും കഴിയുകയില്ല എന്ന് പറഞ്ഞതൊക്കെ പോലെ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിന് ഉടയവനായ സർവശക്തനായ ദൈവത്തെയൊക്കെ വെല്ലുവിളിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. ദൈവം കൊണ്ട് കാണിക്കട്ടെ, അന്ന് എന്നെ ഇപ്പം തന്നെ അങ്ങോട്ട് കൊല്ലട്ടെ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഭോഷത്വമാണ്, മൂഢത്വമാണ്. കാരണം ദൈവം അങ്ങനെയുള്ള ദൈവമല്ല. ദൈവം നമ്മളെല്ലാം സ്നേഹിക്കുന്നു. നമ്മൾ മാനസാന്തരപ്പെടണമെന്നും ദൈവത്തിൻ്റെ വകയായി തീരണമെന്നും പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടണമെന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ തള്ളിക്കളയാനായിട്ടല്ല, ദൈവം നമ്മെ സ്നേഹിക്കുന്ന ഒരുവനാണ് ദൈവം. ഒരു വടിയെടുത്ത് പിടിച്ചുകൊണ്ട് പാപം ചെയ്ത എല്ലാവരും തല്ലിക്കൊല്ലാനിരിക്കുന്ന ഒരു രൂപമല്ല ദൈവം എന്ന് പറയുന്നത്. ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹവാനായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ മനസ്സാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ കർത്താവ് നമ്മളെ കൈക്കൊള്ളും, നമ്മളെ സ്വീകരിക്കും, നമ്മളെ പുതിയ സൃഷ്ടിയാക്കും, നമ്മളെ ദൈവമക്കളായി അവൻ കൈക്കൊള്ളും. നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നിട്ട്, കർത്താവായ യേശുവേ, ഞാൻ ഒരു പാപിയാണ്, എനിക്ക് വേണ്ടി അങ്ങ് ക്രൂശിന്മേൽ കയറി മരിച്ചു, ഇന്നു മുതൽ എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്ക് തരുന്നു, എന്നെ അങ്ങയുടെ മകനാക്കണമേ, മകളാക്കണമേ എന്നൊരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്ത ഹൃദയ സമാധാനം കൊണ്ട് ദൈവം അവനെ നിറയ്ക്കുകയും അവൻ്റെ പാപങ്ങളെ കഴുകി യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അവനെ ശുദ്ധീകരിച്ച് പുതിയ സൃഷ്ടിയാക്കി തീർക്കുകയും ചെയ്യും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശുദ്ധിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവ മക്കളായി തീരുവാനുള്ള ഭാഗ്യം ലഭിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ന്യായീകരിക്കാതെ, പാപങ്ങളെ മറച്ചു വയ്ക്കാതെ, കപടം കാണിക്കാതെ, സൂത്രം കാണിക്കാതെ ദൈവസ്ഥനിലേക്ക് ഏറ്റുപറഞ്ഞ് മനസ്സാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ, നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് ദൈവത്തെ അറിയുവാനും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് ഈ വചനങ്ങൾ അതിന് മുഖാന്തരമായി തീരട്ടെ. കർത്താവിൻ്റെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ.